ഈശോ ഇടിവണ്ടി വരണോ? ഇതെന്താണ് തുമ്പിക്കയ്യ? ചെവിട്ട എന്താ? അതെ, കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചപ്പോഴേ ഞാൻ പലതും അങ്ങോട്ട് തുറന്ന് പറഞ്ഞു പോയി. അതിങ്ങനെയൊക്കെ വന്ന് കലാശിക്കുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല. നിങ്ങൾ കഥ തുറന്നു കൊടുക്കാതെ അച്ഛൻ അങ്ങനെ അകത്ത് കയറി? എന്നെ വെറുതെ ഡൗട്ട് അടിക്കരുത്. അങ്ങനെ പകൽ വന്ന് കട്ടടി കയറിയിട്ടുണ്ടോ? നാറ്റ കേസ്. തൽക്കാലം ഇത് ആരോടും പറയണ്ട. എന്നാലും അച്ഛൻ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജോസഫേട്ടാ, ചേട്ടാ, നിങ്ങളിത് എന്ത് ഭാവിച്ചാ? കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാനൊരു വൈദികനാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഏതെങ്കിലും ഒരുത്തനെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തി തരാൻ ഞാൻ ടീച്ചറോട് പറയാം. എന്താച്ചോ? ഏയ്, അച്ഛന്മാർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ ഇടവകയിൽ ഇതുപോലെ ചില നിങ്ങൾ കാണുമല്ലോ. അത് ശരി. ഇടവക്കാരെ കണ്ടപ്പോ എന്നെ കുറ്റക്കാരിയാക്കി അച്ഛൻ കൈകഴുകാണല്ലേ? ഒരു കളങ്കമില്ല ജീവിച്ചിരുന്ന എന്നെ വെറുതെ അനാവശ്യം പറയരുത്. എന്റെ കർത്താവേ, പാതിരാത്രിക്ക് എന്റെ മുറിയിൽ കയറി തുടക്കം കുറിച്ച് ആരാ? അച്ഛൻ തന്നെ. എല്ലാ വചനം പറഞ്ഞ അടിച്ച് ചെവുക്കല്ലി ഉറപ്പിക്കും ഞാൻ. അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഏയ്, അച്ഛനെ കുറിച്ച് ഇങ്ങനൊരു പരാതി ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഈ അച്ഛൻ എന്റെ മുറിയിൽ ഇറങ്ങി ഓർത്ത് ജോണിക്കുട്ടി കണ്ടതാന്നേ. നിങ്ങൾക്ക് സംശയം ഉണ്ടേ നിങ്ങൾ ജോണിക്കുട്ടിയോട് ചോദിച്ചു നോക്കെ, എന്നിട്ട് വിശ്വസിച്ചാ മതി. അച്ചോ അച്ചോ, ഇത് ന്യായം. ഈ ചന്തമറിയല്ലാതെ അച്ഛന് വേറെ ആരും കിട്ടിയില്ലേ? അത് ശരി. അച്ഛന് നല്ല സംബന്ധം കിട്ടാത്തതില്ല നിനക്ക് വിഷമം? ഒരു വൈദികന് ചേരുന്ന പണിയാണോ അങ്ങനെ കാണിച്ചത്? അങ്ങനെയൊക്കെ കുണ്ടുവഴി അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ആദ്യം ഞങ്ങൾ വിശ്വസിച്ചില്ല. പിന്നെ ജോണിക്കുട്ടി വന്ന് പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾക്ക് വിശ്വാസമായത്. ഈ അച്ഛൻ വന്നേ പിന്നെയല്ലേ പണ്ട് പൊന്നും കുരിശ് മോഷണം പോയത്. ലൈറ്റ് ആയിട്ട് ഒരു ചായ എടുത്തോളൂ. സ്ട്രോങ് ആയിട്ട് പള്ളിയിൽ മണിയടിക്കാനുള്ളതാ. എന്നാലും കപ്പ്യാരി അച്ഛന് ഒരേ വീട്ടിൽ നിന്ന് സംബന്ധം പിടിച്ചാൽ എങ്ങനെയാ സോളമ്മ? വീടെങ്കിലും ഒന്ന് മാറി പിടിക്കാൻ പറ. ഞാൻ അവിടുത്തെ കപ്പ്യാരായതുകൊണ്ട് പറയല്ല, നമ്മുടെ കുണ്ടൂഴി അച്ഛൻ വളരെ ഡീസന്റ് ആണെന്നേ. ഇത് വല്ല കള്ളന്മാരും അച്ഛന്റെ ലോക്കിയിട്ട് കയറിയതായിരുന്നു. പിന്നെ കള്ളന്മാര്. എങ്ങനെയാലും അച്ഛന്റെ മുഖം രക്ഷിക്കാൻ ഇനി വേറെ മാർഗങ്ങളൊന്നുമില്ല സോളമ. അവിടെ പാരിഷ് കൗൺസിൽ കൂടി ബിഷപ്പിന് മെമ്മോറാണ്ടം തരാക്കി കൊടുക്കാൻ പോവാ. കുണ്ടുകുഴി അച്ഛൻ ലോഹ ഊരേണ്ടി വരും. എന്റെ വൈദിക വൃത്തിയിൽ ദൈവത്തെ മറന്നൊന്നും ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഇനി പിതാവിന്റെ അടുത്തുകൂടി പരാതി പറഞ്ഞ് എന്നെ കൂടുതൽ അപമാനിക്കരുത്. ഇനി ഏതായാലും അച്ഛൻ ഇടവകയിൽ വേണ്ട. അച്ഛന് മറ്റു ചില കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ. അതുകൊണ്ട് അച്ഛൻ ലോഹ ഊരി വെച്ചിട്ട് പോകുന്ന നല്ലത്. അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല. കപ്പ്യാരെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. സത്യം തുറന്നു പറയാൻ ആരും ക്ഷണിക്കണമെന്നില്ല. അച്ഛന്റെ ലോഹയിട്ട് പാതിരാത്രിക്ക് ഇട്ടീച്ചിന്റെ വീട്ടിൽ കയറിയത് ഞാനാ. ഞാൻ ചെന്നത് എന്റെ മേരെ കാണാനാ. ഇട്ടീച്ചന്റെ വീട്ടിൽ കയറുന്നത് അച്ഛനല്ല, കപ്പ്യാരാ. ജോണിക്കുട്ടി ഹാലിളകി സോളമനെ തല്ലാനിറങ്ങിയിട്ടുണ്ട്. ആ ചേട്ടനും എന്നെയും തമ്മിൽ തെറ്റിയതുകൊണ്ട് ജോസിനെ അനങ്ങാതെ നിൽക്കോ. അവൻ അനങ്ങിയ അതിനെ നേരിടാനുള്ള ഗുണ്ടകളെയും കൊണ്ടാ പോയിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ഞാൻ അവിടെ എന്നെങ്ങനെ തല്ലാൻ? എന്ത് തൊലിക്കെട്ടിയാണത്? പാതിരാത്രിക്ക് നീ വീട്ടിൽ കയറുമല്ലടാ. ജോസ് ചെല്ലടാ. എന്നെ തല്ലാൻ വന്നവനെ തൊട്ടുപോരുത്. എനിക്കാരും സഹായം വേണ്ട. എടാ തല്ലടോ, തല്ലടോ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നെ കൊല്ലാതെ ഞാൻ അവളെ മറക്കില്ല. കൊല്ലടാ, നിനക്കൊക്കെ സമാധാനമുണ്ട്. എന്നെ കൊല്ലാതെ ഞാൻ നിന്നെ വിടില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. ഇതിൽ കൂടുതൽ ഇനി എന്ത് വഷളാകാനാച്ചോ? ഇവന്റെ ശല്യം കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റാതായി. ഇപ്പോ ഇവൻ നമ്മുടെ പള്ളിയിലെ കപ്പ്യാരാ. ഇവൻ കപ്പ്യാരായ സ്ഥിതിക്ക് ഈ പ്രശ്നത്തിന് അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കണം. മേലിൽ ഇവന്റെ ശല്യം ഞങ്ങൾക്ക് ഉണ്ടാവരുത്. എല്ലാറ്റിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനാ പറയുന്നേ. കാലം കുറയായി ഒരു പ്രണയത്തിന്റെ പ്രശ്നവും പറഞ്ഞ് ഈ അടിയും മഴക്കും തുടങ്ങിയിട്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ മതിയാവൂ. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ പള്ളിയിലെ കപ്പ്യാരായതുകൊണ്ട് പ്രശ്നം വളരെ രമ്യതയിൽ പരിഹരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇവൻ കാരണം ഈ ഇടവകയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്?
പൊന്നും കുരിശ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് സീരിയൽ ഉണ്ടാക്കിയിട്ട് ഇടവകക്കാരെ മുഴുവൻ പറ്റിച്ചു. തല്ലുന്നവന് പോലും നാണമായിട്ട് ഇവന് നാണല്ല. അവൻ പിന്നെ എന്റെ മോളെ പിന്നാലെ നടക്കുക. എനിക്ക് നല്ല ഹൃദയവേദനയുണ്ട്. അവര് പിരിയാൻ പറ്റാത്ത വിധം അടുത്തു പോയിട്ട് ചായ തല്ലിയാലും കൊന്നാലും മനസ്സിലുള്ള സ്നേഹം പോവോ? അവിടെ കാര്യം അങ്ങ് നടത്തിക്കൊടുത്താ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി. ഇവിടെ കൂടിയിരിക്കുന്നത് ഇവന് സംബന്ധം ആലോചിക്കാനല്ല, ഇവന്റെ ശല്യം തീർക്കാൻ വേണ്ടിയാ. ഇല്ലെങ്കിൽ എന്നേക്കുമായി തീർക്കാൻ എനിക്കറിയാം. അങ്ങനെ ചെയ്താ പെങ്കൊച്ചു സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് തോന്നണ്ടോ? അല്ല, അത് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇനി നിർബന്ധിച്ച് വേറെ കെട്ടിച്ചു വിട്ടാലും അതിന്റെ ജീവിത സുഖം ആകും എന്റെ ജോണിക്കുട്ടി. വാശിയും വൈരാഗ്യം ഒക്കെ കളഞ്ഞതങ്ങ് നടത്തി കൊടുക്ക്. ഞങ്ങൾ ഇടവക്കാരുടെ മുഴുവൻ അഭിപ്രായം അതാ. കേട്ടില്ലേ ഇട്ടിച്ച? ഇടവക്കാര് മുഴുവൻ സോളമനും മേരിയും തമ്മിലുള്ള ബന്ധത്തെ അനുകൂലിക്കുന്നവരാ. ഇനി നിങ്ങളെ കൂടെ അങ്ങ് സമ്മതിക്കിട്ടിച്ച. സമ്മതിക്കിട്ടിച്ച വാശി കള ഇട്ടിച്ച സമ്മതിക്ക്. പഴയതൊക്കെ അങ്ങ് മറന്നേക്ക്. പിള്ളേര് ജീവിക്കട്ടെ. സമ്മതിക്കുന്നേ. സമ്മതിക്കാം. ദേ, ഈ കുണ്ടുകുഴി അച്ഛനെയും ഈ ഇടവകക്കാരെ മുഴുവനും സാക്ഷി നിർത്തി ഞാൻ പറയാം, എന്റെ മകൾ മേരിയും ഈ സോളമനും തമ്മിലുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ. അടുത്ത പെരുന്നാളിന് മുമ്പ് സംഭാവന പിരിക്കാതെ ഇടവകക്കാരുടെ സ്വപ്നമായ പൊന്നും കുരിശ് ഇവൻ കൊണ്ടുവരണം. എന്താടാ കൈയടിക്കാത്ത? കൈ കൊടിഞ്ഞു പോയാ? എന്താ നടക്കോ കപ്പ്യാരേ? അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം. 1.5 ഗ്രാമിന്റെ പൊന്നും കുരിശ് കഴുത്തി തൂക്കാൻ ഗതിയില്ലാത്തവടാ 1.5 കിലോത്തിന്റെ പൊന്നും കുരിശ് കൊണ്ടുവരാൻ പറയുന്നത്. ഇട്ടിച്ചായന് മോളെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ? ശരിയാ, ഇവനൊരു ഗതിയില്ലാത്തവനാണ്. ഇവനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ എന്റെ കയ്യിൽ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇടവക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും സംഭാവന പിരിക്കാതെ പള്ളിക്കുള്ള പൊന്നും കുരിശ് സ്വന്തം ചെലവിൽ ഈ ടച്ചൻ പള്ളിക്ക് പണിത് കൊടുക്കുന്നു. പക്ഷേ കപ്പ്യാര് വേറെ പെണ്ണ് കെട്ടണം. ഈ ഇടവകയിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടല്ലോ ആനപ്പാറ ആനി, പൂക്കളം ജാനകി, പിന്നെ ആ സീതത്തോടിന്റെ വക്കത്ത് അഞ്ഞെളിഞ്ഞ് കിടക്കണ ഒരു പെണ്ണിട്ട് എന്താ ഉള്ള പേര്? മറിയാമ്മ. എഴുന്നേറ്റ് ഇറങ്ങിയൊക്കെ ഒരുത്തൻ. അങ്ങനെ എന്നേക്കുമായി ഇവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടിയാൽ ഇങ്ങനെയൊരു പുണ്യപ്രവൃത്തി ഞാൻ ചെയ്യാം. കപ്പ്യാര് വേറെ പെണ്ണ് കെട്ടിയാൽ പള്ളിക്ക് പൊൻകുരിശ് ആലങ്ങാട്ട് ഇട്ടിയച്ചൻ മുതലാളി വക. ഈ പറഞ്ഞത് നേരാണോ ഇട്ടിച്ചായ? തറവാടിയായ ഇട്ടിച്ചൻ വെറും വാക്ക് പറയാറില്ല. എന്നാ ഇവനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കുന്ന കാര്യം ഞങ്ങൾ ഇടവക്കാരേറ്റ് അല്ലേ? ഇത്ര എതിർപ്പുണ്ടെങ്കിൽ എന്തിനാ നിനക്ക് അവളെ? അവളോട് പോവാൻ പറ. അവളേക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ നിനക്ക് ഞങ്ങൾ കെട്ടിച്ചേരും. എന്റെ പൊന്നു മോനെ, നിന്റെ പ്രേമം കാരണം പള്ളിക്കൊരു പൊന്നും കുരിശ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോവാടാ. എന്റെ പൊന്നും കുരിശ് സോളമ, നിന്നെ പുണ്യാളനാക്കി വേണ്ടി വന്നാൽ ഞങ്ങൾ ഒരു നൊവേന ചൊല്ലും. എന്നാലും നിങ്ങളൊക്കെ കൂടി ഇത്രയും പെട്ടെന്ന് മറക്കണം. നീ ഒന്നും പറയണ്ട, ഇത് നിന്റെ വിജയമാണ്. നീയാണ് ഇവിടുത്തെ ഹീറോ. നോക്കി നിൽക്കാതെ സോളമ, നീ വേഗം വന്ന് വണ്ടി കയറിയേ. എന്താ? ഒരു അത്യാവശ്യം ഉണ്ട്, വേഗം വണ്ടി കയറി. അതെ വന്നല്ലോ. സെന്റ് തോമ പോയോ? സെന്റ് തോമ കേരളത്തിൽ പണ്ടേ വന്ന് പോയതല്ലേ? അതല്ല, സെന്റ് തോമ ബസ് പോയാന്ന്. അതിപ്പോ വരും. അതെ, നീ ഇവനോട് കാര്യം പറഞ്ഞു. പറയാലോ. ആ ചുരിദാർ കമ്മീസിട്ട് ഇറങ്ങി വരുന്നില്ലേ, അതാണ് പെൺകുട്ടി. പെണ്ണിന്റെ അപ്പനാ ഇത്. മരുത്താക്കാറ് ജോർജ് ചേട്ടൻ അറിയില്ലേ? ഇട്ടിച്ചന്റെ മോളായിട്ടുള്ള കേസ് നോക്കൊരു പ്രശ്നമല്ലെന്ന്. പള്ളിക്ക് പൊന്നും കുരിശ് കിട്ടുന്ന കാര്യമല്ലേ ഒരു പുണ്യപ്രവൃത്തി. നീ ഇതിന് കൂട്ടിക്കൊന്ന് ഞാൻ കരുതിയില്ല. എടപ്പാ, അതിപ്പാ ഈയണ്ടല്ല. നിന്റെ ഡൂക്കില് പ്രേമത്തിനേക്കാൾ വലുത് എനിക്ക് പള്ളി മുന്നിയാളോ. അതിനെന്നെ തെറ്റ് പറയരുത്. ഇപ്പൊ നിന്റെ പരട്ട പ്രേമം ഉണ്ടല്ല, ഇടവക്കാര് മുഴുവനെതിരാണ്. എല്ലാം ഇട്ടിച്ചന്റെ കുബുദ്ധിയാ. ഞാനിനി വേറെ പെണ്ണ് കിട്ടിയാലും അയാള് പള്ളിക്ക് പൊന്നും കുരിശ് തരാൻ പോണില്ല. അതിന് അയാള് വേറെ എന്തെങ്കിലും ന്യായം കണ്ടുപിടിക്കും. ഇട്ടിച്ചന് ആളൊന്നും അറിയാണെങ്കിലും ഭയങ്കര ഡീസന്റാ. പറഞ്ഞ പോലെ തന്നെ ചെയ്യും. സോളമാ, ഈ പെൺകുട്ടി എങ്ങനെ നോക്കി? കൊള്ളാലോ, സ്വല്പം പല്ല് പൊന്തിട്ടുണ്ട്. അതിപ്പോഴത്തെ ഫാഷനാണല്ലോ. പിന്നെ എന്നാ താൻ കെട്ടിക്കോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേണ്ടി ഇവിടെ ആരും കല്യാണം ആലോചിക്കണ്ട. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അത് മേരിയെ തന്നെയായിരിക്കും. ഇടവക പെരുന്നാളിന് മുമ്പ് പള്ളിക്ക് പൊന്നും കുരിശ് ഞാൻ കൊടുക്കും.
കേട്ടല്ലോ കല്യാണ ബ്രോക്കർമാര് വന്നേക്കണു. പൊൻകുരിശേ അതിനിവന് ബൂട്ടാലോട്ട് അടിക്കണം. അതാണെങ്കി ഇപ്പൊ പൂട്ടിയും പോയി. ഇനി ഇവന് എന്ത് ചെയ്യണ്ട സാന്റിയോ പുണ്യാളാ.